സത്തൈ ബൈ ദ ബേ. അത് ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല റിവ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഈ സത്തൈ എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇപ്പം നടക്കുന്നത് സിംഗപ്പൂർ ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയത്തിൻ്റെ അടിയിലൂടെയാണ്. ഹലോ ഗായ്സ്, നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേയിലാണുള്ളത്. ഗാർഡൻസ് ബൈ ദ ബേയിലെ മെയിൻ ഒരു സാധനമാണ് ഈ എന്താ പറയുക, ഗോൾഡൻ ഗാർഡൻ. ഇത് രാത്രിയൊക്കെ ഫുള്ള് നല്ല ലൈറ്റായിട്ട് ലിറ്റപ്പായിട്ട് നിൽക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാംഗ്രൂവ് ട്രീസ്. നമ്മൾ രാവിലെ കണ്ടത് ലൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞുള്ള വ്യൂ. നിങ്ങൾ തിരക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം, അത്രയും തിരക്കാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത്. ഇവിടെ റാപ്ഷഡി ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്, അത് കാണാൻ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. കുറേ ഇങ്ങനത്തെ മാംഗ്രൂവ് ട്രീസിൻ്റെ ഇത് ഒക്കെ ഇരുമ്പോണ്ടും ഇതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നിറയെ ചെടികളൊക്കെ പിടിപ്പിച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് ഈ ട്രീസിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ടും കൂടിയാണ് ഈ തിരക്ക് ഇങ്ങനെ കാണുന്നത്. നമ്മളിപ്പോൾ മാംഗ്രൂവ് ട്രീസിൻ്റെ നേരെ അടിയിൽ അവിടുത്തെ നടക്കുന്നതിനാണ് OCDC സ്കൈ വാക്ക് എന്ന് പറയുന്നത്. നമ്മൾ മാംഗ്രൂവ് ട്രീസിൻ്റെ നേരെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഷോ കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ 7:45-നും 8:45-നും ഓരോ ഷോസ് ഉണ്ട്. ആ ഷോസ് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നു. നമ്മൾ അവരുടെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് റാപ്സഡി ഷോ. ലൈറ്റിംഗ് ഒക്കെ കൊണ്ട് ഈ കാണുന്ന ട്രീസിൽ മുഴുവൻ നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്യുന്നൊരു ഷോ. നമ്മുടെ റാപ്സഡി ഷോ കഴിഞ്ഞിട്ടുള്ള മാംഗ്രൂവ് ട്രീസിനെയാണ് കാണുന്നത്.
നേരെ അവിടെ കാണുന്നതാണ് മറീന ബേ സാൻഡ്സ്. അതൊരു ഹോട്ടലും അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒബ്സർവേറ്ററി ഡെസ്ക് ഉണ്ട്, അവിടെ കയറാൻ പറ്റും. നമ്മളത് കയറാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗാർഡൻസ് ബൈ ദ ബേൻ്റെ അടുത്തുള്ളൊരു ഈറ്ററിയാണ് സത്തൈ ബൈ ദ ബേ. അത് ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല റിവ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഇത് ടൂറിസ്റ്റിക് ലൊക്കേഷൻ കാരണം അന്ന് റിവ്യൂ ആണോ, കുറേ റിവ്യൂ ഗാർഡൻസ് ബൈ ദ ബേക്ക് വന്നതാണോ ഒന്നും അറിയില്ല. നമ്മൾ സത്തൈ ബൈ ദ ബേ എന്ന് നോക്കാൻ പോകുന്നു. അവിടെ എന്തൊക്കെയാണ് ഫുഡ് കിട്ടുക നോക്കാൻ പോകുന്നു. നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് ഭയങ്കര ലോക്കൽ ഫുഡാണെങ്കിൽ ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നമ്മൾ അധികം ലോക്കൽ ഫുഡിലേക്ക് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ചാടില്ല. സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറക്റ്റ്, സ്ഥലം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ സത്തൈ ബൈ ദ ബേൻ്റെ എൻട്രൻസിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാലമൊക്കെ കൊടുത്ത് രണ്ട് സൈഡിലും നല്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ടും ഭയങ്കര നാച്ചുറൽ സൗണ്ടൊക്കെ ഇങ്ങനെ കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വാട്ടർഫോൾ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ നേരെ ഇങ്ങനെ കയറി ചെല്ലുന്നത് കുറേ ഫുഡ് ജോയിൻസ് ഉള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ പല ടൈപ്പ് ഓഫ് ഫുഡുകൾ, മെയിനായിട്ട് ലോക്കൽ ഫുഡുകളാണ്. ഇവിടെ താഴെ കുറേ വെള്ളവും ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലം. പല പല പേരുകൾ കാണാം. ടൈഗർ, ആർക്കിപെലാഗോ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളും കാര്യങ്ങളൊക്കെ. ഡ്രൈഡ് ചില്ലി ഫ്രോഗ് കിട്ടുന്നുണ്ട് ഇവിടെ. ജിഞ്ചർ ഒനിയൻ ഫ്രോഗ്, ഡ്രൈഡ് ചില്ലി ഫ്രോഗ്, ഫ്രോഗിൻ്റെ കഞ്ഞി കിട്ടുന്നുണ്ട്. സ്വാതിക്ക് ഫ്രോഗിൻ്റെ കഞ്ഞി വേണമെന്നുണ്ട് ഭയങ്കര കരച്ചിലാണ്. കടേൻ്റെ പേര് വാഡോ. അതും ഒരു ചെക്കൻ്റെ പടം വെച്ചിട്ട് വാഡോ എന്നിട്ട് വെച്ചിട്ടുള്ളൊരു കട. മാടി മാടി പഠിക്കുന്ന ആൾക്കാർ. പോപ്പൈ ബാർബിക്യൂ പ്രോൺ, ക്യാരറ്റ് കേക്ക്, സത്തൈ ക്യാരറ്റ് കേക്ക് ഫേമസ് ആണെന്ന് തോന്നുന്നത്. വലിയ കാര്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ചിക്കൻ റൈസ്, ചിക്കൻ വിങ് റൈസ്, ബാർബിക്യൂ ചിക്കൻ. ഇവിടെ കോൾഡ് ബീവറേജസ് എന്നിട്ട് ലൈം ജ്യൂസ്, ഐസ് കോപ്പിച്ചിനോ, ലെമൺ ടീ, അങ്ങനെ പല ഡിഷുകളും കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇതാണ് ഈ സത്തൈ എന്ന് പറയുന്ന സാധനം. ദിസ് ഇസ് സത്തൈ റൈറ്റ്. മട്ടൺ സത്തയും ചിക്കൻ സത്തയും ഒക്കെ ഉണ്ട്. പുള്ളി സത്തൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവിടെ ഡംപ്ലിംഗ് ഹൗസ്, ജാപ്പനീസ് ക്വിസീൻ, മറീന സീ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ. ചെറിയൊരു മഴച്ചാറിലുണ്ട്, അതുകൊണ്ട് ആൾക്കാർ ഇവിടെ ഇരിക്കാത്തത്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നതാണ്. നമ്മൾ രണ്ടുപേരും കൂടെ അവസാനം ഇവിടെ വന്നിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല തീരുമാനിച്ച് ഓരോ അവക്കാഡോ ഷെയ്ക്ക് പറഞ്ഞിട്ട് അത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് വന്നിട്ടുണ്ട്. അറിയാവുന്ന എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഇവിടെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മാംഗോ, പൈനാപ്പിൾ, വാട്ടർമെലൺ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തുനിന്ന് അവക്കാഡോ മിൽക്ക് ഷേക്ക് കുടിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു റിവർ ആൻഡ് വാട്ടർ ഷോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് സ്വാതിമോൾക്ക് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വയറൊക്കെ നിറച്ച് നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വേണ്ടി പോവാണ്. ഈ നമ്മൾ ഇപ്പോൾ വന്ന ഫോറസ്റ്റിൻ്റെയും ക്ലൗഡ് ഫോറസ്റ്റിൻ്റെയും ഡോമിൻ്റെയൊക്കെ നടുക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 900 മീറ്റേഴ്സാണ് കാണിക്കുന്നത്. സിംഗപ്പൂർ ഫ്ലയറൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എവിടെയാണ് ലൊക്കേഷൻ ഒന്നും അറിയില്ല. ഗൂഗിൾ മാപ്പ് അമ്മച്ചി പറയുന്ന സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോകുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് മറീന ബേ സാൻഡും കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ പാലത്തിൻ്റെ അടിയിലൂടെ ഇനി വെറും 550 മീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് 8:57 എത്തും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. 2-3 പാലങ്ങളുടെ അടിയിൽ കൂടെയും ഒക്കെ. സ്വാമോൾ എന്നത്തെയും പോലെ ലീഡറായിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, ചില സമയങ്ങളിൽ ലീഡർ,
അങ്ങനെ പല റോളുകൾ കളിച്ചുകൊണ്ടാണ് നമ്മൾ ടൂറുകളിലേക്ക് പോകുന്നത്. മാറി നിൽക്കട പോസ്റ്റ്. ഇവിടെ ആൾക്കാർ ഇതാ സ്കേറ്റിങ്ങും ഒരു പാർക്ക് ഏരിയ പോലത്തെയാണ് ഇതാ. ആൾക്കാർ എൻജോയ് ചെയ്ത സ്റ്റണ്ട്സും കാര്യങ്ങളും സ്കേറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാ നമ്മൾ ഇപ്പം നടക്കുന്നതാ സിംഗപ്പൂർ ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയത്തിൻ്റെ അടിയിലൂടെയാണ് നടന്ന് നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നിൽ നമുക്ക് ഹെലിക്സ് ബ്രിഡ്ജ് ഉണ്ട്. ഹെലിക്സ് ബ്രിഡ്ജും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ റിവർ ക്രൂസ് ഉണ്ട്. റിവർ ക്രൂസ് ബൈ വാട്ടർ ബീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവൈലബിൾ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു MBS മോള്. നമ്മളിവിടെയൊക്കെ വീണ്ടും ഒരു ദിവസം വരുന്നതായിരിക്കും. ഇപ്പം നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. വലിയ വലിയ കെട്ടിടങ്ങൾ, മിക്കവാറും ബാങ്കിങ് കെട്ടിടങ്ങളാണ്. JP Morgan, മെയ് ബാങ്ക്, NTPC, DBS എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കുകളുടെ കെട്ടിടങ്ങൾ നമുക്കിങ്ങനെ കുറേ കാണാം ഇവിടെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൂയി വിറ്റൻ്റെ ഷോറൂമാണ്. അവിടെ ആ ഒരു ചെറിയ ഡോം പോലെ കാണുന്നത് ആപ്പിളിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റോറാണ്. നമ്മളിവിടേക്കൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ഇവിടത്തേക്കൊക്കെയുള്ള വീഡിയോ കാണാൻ വേണ്ടി ഡെഫിനറ്റ്ലി സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഫൈനലി ഒരു നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ സ്പെക്ട്ര ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോൻ്റെ അടുത്ത് ഒരു നടുക്കുള്ള ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും തുടങ്ങും. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മുടെ നേരെ പുറകിൽ മറീന ബേ സാൻഡ്സ് ഇങ്ങനെ കാണാം. കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഇടിവെട്ടോടുകൂടി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതാ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയവർ.
നടത്തവും കൂടെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത് എല്ലാവരും ഉറക്കം